നമസ്കാരം. വരാനിരിക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA എന്ന മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അത് വീണ്ടും നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പ്രതിപക്ഷ മുന്നണിയായ INDA ആരെയായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുക എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യമെമ്പാടും നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ പല പേരുകളും ആ ഒരു നിരയിലേക്ക് ഉയർത്തപ്പെട്ടു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പേരുകൾ കേട്ടുവെങ്കിൽ പോലും ഇതുവരെയും INDA മുന്നണിക്കുള്ളിൽ ഇതിനെക്കുറിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് NCPയുടെ അധ്യക്ഷനായ ശരത് പവാർ രംഗത്തെത്തി ചില സുപ്രധാന പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. 1977 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷി എങ്ങനെയാണോ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതേ മാതൃകയിൽ തന്നെയായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA എന്ന മുന്നണി പ്രവർത്തിക്കുക എന്ന ഒരു സൂചനയാണ് ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, 1977 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി അന്ന് വിജയിച്ചു കയറിയത് 356 സീറ്റുകൾ നേടിക്കൊണ്ടാണ്. 356 സീറ്റുകൾ ജനതാ പാർട്ടി നേടിയ സാഹചര്യത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്നയാളാണ്, ഇന്ന നേതാവാണ് എന്ന് പറഞ്ഞിരുന്നതേയില്ല. എന്നിട്ട് പോലും അവർക്ക് അത്ര വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതേ തുടർന്ന് ജയപ്രകാശ് നാരായണന്റെയൊക്കെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു. ഈ മാതൃകയായിരിക്കും തങ്ങൾ 2024 പ്രയോഗിക്കാൻ പോവുക എന്ന സൂചന തന്നെയാണ് ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മല്ലികാർജുൻ ഖാർഗെയുടെ പേര് പല സഖ്യകക്ഷികളും പറഞ്ഞുവെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസും അതിനോടൊപ്പം ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ പോലും ഇതിലൊന്നും അന്തിമ തീരുമാനം ഇതുവരെയും എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി മോഹികളാണ് എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ശരത് പവാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ആളുകൾ മാറ്റത്തിനുള്ള ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ ആ മാറ്റം കൊണ്ടുവരാനുള്ള ആഹ്വാനം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ NCPയിൽ നിന്നും പിരിഞ്ഞു പോയ അജിത് പവാറിന്റെ ഭാഗത്തു നിന്നും ചില സുപ്രധാന പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അജിത് പവാർ പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വീണ്ടും നരേന്ദ്രമോദിയെ തന്നെ പിന്തുണയ്ക്കുമെന്നാണ്. അതിനോടൊപ്പം തന്നെ BJPയോടും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയോടും താൻ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നുകൂടി മുംബൈയിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ അജിത് പവാർ പറയുകയുണ്ടായി. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും താൻ ഈ സഖ്യം വിട്ട് പുറത്തു പോകില്ല എന്നതിന്റെ ശക്തമായ സൂചന തന്നെയാണ് അജിത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതേ സമയം തന്നെയാണ് ശരത് പവാർ പറയുന്നത് 1977 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. NCPയുടെ അധ്യക്ഷനാണ് ഇത് പറഞ്ഞത് എങ്കിൽ പോലും അത് കോൺഗ്രസിനുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയാണ്. ആരെയും പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് INDA എന്ന പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ നേതാക്കൾ എല്ലാവരും തന്നെ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.